ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് ഉള്ള തീരുവ ഇന്ത്യ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക ചുങ്കം പിൻവലിച്ചതായി അമേരിക്ക വ്യക്തമാക്കി. അശ്വജിത്ത്, അമേരിക്കയിൽ നിന്നുള്ള വൈൻ, സ്പിരിറ്റ്, സോയാബീൻ എണ്ണ എന്നിവയ്ക്ക് ഇന്ത്യയിലെ തീരുവയ്ക്ക് ഇളവ് ലഭിക്കും എന്നൊക്കെയാണല്ലോ പറയുന്നത്. അശ്വജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോദി, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 4:25 കൂടിയാണ് ഈ സംയുക്ത പ്രസ്താവന പുറത്തിറങ്ങുന്നത്. ഒരു സുപ്രധാനമായ, അല്ലെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഇത് ഉറ്റുനോക്കിയിരുന്നതാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തിയിട്ടുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പറഞ്ഞു തുടങ്ങാമെന്ന് കരുതുന്നു. അതിലേറ്റവും ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷവുമൊക്കെ ഉന്നയിച്ചത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക ചുങ്കം, തീരുവയുണ്ട്, അതിന് കൂടുതലായി ഏർപ്പെടുത്തിയ 25% അധിക ചുങ്കം, അത് പിൻവലിച്ചിരിക്കുന്നു എന്നതാണ് ഈ സംയുക്ത പ്രസ്താവനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പിൻവലിച്ചത് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചു എന്നും പറയുന്നു. പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുന്നത് ഇന്ത്യ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളോ ഇതുവരെ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു യെസ് ഓർ നോ, അല്ലെങ്കിൽ എന്താണ് വ്യക്തമായൊരു മറുപടി എന്ന് ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. അത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മോദി പറഞ്ഞതുപോലെ തന്നെ ഏതെല്ലാം ഉൽപ്പന്നങ്ങളിലാണ് ഈ തീരുവ കുറയുക, അല്ലെങ്കിൽ ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്കാണ് കയറ്റുമതിയിലാണ് ഇതിന്റെ ഗുണം ലഭിക്കുക എന്ന് അടുത്തതായി നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം, ഈ ഇന്ത്യക്ക് മേൽ നിലവിൽ തീരുവ 25% അമേരിക്ക ഈടാക്കുന്നത്. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയിൽ നിന്ന് ഒരു ഉൽപ്പന്നം അമേരിക്കയിലേക്ക് എത്തുമ്പോൾ അവിടെ അതിന്റെ വിലയ്ക്ക് കൂടുതലായി ഒരു 25% കൂടെ നൽകേണ്ടതായിരുന്നു നിലവിലെ സ്ഥിതി. അത് 25-ൽ നിന്ന് പരമാവധി 18-ലേക്ക് കുറച്ചിട്ടുണ്ട്. 18 എന്ന് പറഞ്ഞാൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 18 എന്നതല്ല, ചില ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി 18 എന്നതാണ്, മറ്റു ഉൽപ്പന്നങ്ങൾക്ക് കുറയും. അത് ആ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്ന് പ്രധാനമായി നോക്കിയാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വസ്ത്രങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ജൈവ രാസവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ തീരുവയിൽ കുറവ് ലഭിക്കുക. ഇനി ഇന്ത്യ ഇത് സംബന്ധിച്ച്, അമേരിക്കയിൽ നിന്ന് ഒരു ഉൽപ്പന്നം ഇന്ത്യയിൽ എത്തുന്നത് സംബന്ധിച്ച് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അമേരിക്കയിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിൽ ഈടാക്കുന്ന തീരുവയിൽ ഇളവ് വരുത്തുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യും. പൂർണ്ണമായി ഒഴിവാക്കും അല്ലെങ്കിൽ പൂർണ്ണമായി ഇളവ് നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇളവ് നൽകുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യും എന്നതാണ് ഇപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയുമായിരുന്നു, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾ, ഈ രണ്ട് മേഖലകളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളുടെ തീരുവ, ഇന്ത്യ ഈടാക്കുന്ന തീരുവ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഈ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വൈൻ, സ്പിരിറ്റ്, സോയാബീൻ എണ്ണ തുടങ്ങിയവയുടെയും തീരുവ കുറയ്ക്കാനാണ് സാധ്യതയെന്നും ഇന്ത്യ വ്യക്തമാക്കി. അടിയറവ് പറഞ്ഞു. രണ്ടുപേരും തമ്മിലുള്ള, ട്രംപുമായി നരേന്ദ്രമോദി നടത്തിയ അടിയറവിന്റെ അല്ലെങ്കിൽ കാൽക്കൽ വീഴലിന്റെ അടയാളമാണ് തുടങ്ങി പല ആരോപണങ്ങളും പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ആരോപിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇതിനെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? തീർച്ചയായും അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അതായത് ഈ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചത് ഈ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾക്ക് ഇപ്പോഴും ഒരു അവ്യക്തമായൊരു മറുപടി ഈ സംയുക്ത പ്രസ്താവനയിൽ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ ഈ വ്യാപാര കരാർ കൊണ്ട് ഇന്ത്യക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്ത് എന്നും, തൊഴിലവസരങ്ങൾ കൂടുമെന്നും, കയറ്റുമതി രംഗത്തൊക്കെ നേട്ടമുണ്ടാവും എന്ന തരത്തിലുള്ള ഇതിന്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബിസിനസ് ആസ്പെക്ട്സ് വിശദീകരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് പൊളിറ്റിക്കലായി ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ട്രംപിന്റെ സമ്മർദ്ദത്തിന് മേൽ ഇന്ത്യ ഒഴിവാക്കിയോ അല്ലെങ്കിൽ നിർത്തിയോ എന്നത് ആയിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം പ്രതിപക്ഷത്തിനെയും. അതിന് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത്, ഈ കരാറിൽ അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്, ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള, റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള അധിക ചുങ്കം ഒഴിവാക്കുന്നു എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. പക്ഷേ അത് സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോഴും ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ വ്യക്തമായൊരു മറുപടി ഈ സംയുക്ത പ്രസ്താവനയിൽ നൽകിയിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവും. കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ വാർത്താ സമ്മേളനം വിളിക്കാനാണ് സാധ്യത. അത് സംബന്ധിച്ച് വരുന്ന മണിക്കൂറിൽ തന്നെ ഒരു വ്യക്തത കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അശ്വജിത് സിയാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ കുറച്ചുകൂടി വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അടിയറവ് പറഞ്ഞു ഇന്ത്യ മറ്റൊരു രാജ്യത്തിന് മുന്നിൽ ട്രംപാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തുടങ്ങി പ്രതിപക്ഷം കുറേ ദിവസമായി പറയുന്നുണ്ട്. ആ പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളുടെ വായടപ്പിക്കാൻ പോലും
ശ്രമിക്കുന്നില്ല എന്നതാണ്. പകരം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ, പ്രധാനമന്ത്രി പറയുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കം പറയുന്ന ചില കാര്യങ്ങൾ, ഈ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ജൈവരാസവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ചില യന്ത്രങ്ങൾ, ഇവയ്ക്കൊക്കെയുള്ള പകരച്ചുങ്കം അമേരിക്ക കുറയ്ക്കും എന്നതാണ്. അത് ഇന്ത്യക്ക് വളരെ ഗുണകരമാകും എന്നതാണ്. ഈ ഇടക്കാല കരാർ വിജയകരമായി പൂർത്തിയാക്കുന്നതോടെ ചില സാധനങ്ങൾക്കുള്ള പകരച്ചുങ്കം അമേരിക്ക ഒഴിവാക്കും എന്നും സംയുക്ത പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആശ്വാസത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതായിരിക്കാം പറയുന്നത്. ഏതായാലും ഒരു വ്യക്തത വരുത്തിയിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അശ്വജിത്തിന് വിശദ വിവരങ്ങൾ നൽകിയ അശ്വജിത്തിന് നല്ല ദിവസമായിരിക്കട്ടെ.